ചൊല്ലി വിളിച്ച് അവരുടെ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ അതിന് വ്യക്തിത്യമായ മറുപടി നൽകുന്ന ജോണിയച്ചൻ. അച്ഛനായും ജ്യേഷ്ഠനായും സഹോദരനായും തൻ്റെ ഇടവകയിലെ ജനങ്ങൾക്ക് ആത്മീയ ഗുരുവായി തണലായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ജോണിയച്ചൻ ഇന്ന് ഈ സദസ്സിലായിരിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടും നന്ദിയോടും കൂടി മാത്രമേ അച്ഛന് ആശംസകൾ പറയാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ കർമ്മ മേഖലയിലെല്ലാം സുദീർഘമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് താൻ ഏറ്റെടുത്ത ഏത് ജോലിയും കൃത്യമായി ചെയ്യുകയും അതിന് ഫലപ്രാപ്തി ഉണ്ടാകണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുകയും കഠിനാധ്വാനിയും അതിനുപരി സ്വപ്നം കാണാനും സ്വപ്നങ്ങൾ നേടിയെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇടയിലിരിക്കുന്ന ഉത്തമ വ്യക്തിത്വം. പുന്നക്കുന്നത്ത് ശേരിക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നമായ പുതിയ ഇടവക ദേവാലയം എന്നതിന് ചിറക് നൽകി ആ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകിയിരുന്ന പുണ്യ വ്യക്തിത്വം. സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി ഇടവക സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ധീരമായ വ്യക്തിത്വം. ഗായകൻ, പ്രാസംഗികൻ, പ്രബോധകൻ, ഇങ്ങനെ എത്ര സവിശേഷതകൾ നൽകിയാലും ജോണിയച്ചനെ വർണ്ണിക്കാൻ സാധിക്കില്ല. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏതൊക്കെ ഭാഷയിൽ ഏതൊക്കെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എത്ര മനോഹരമായ വാക്കുകൾ സൃഷ്ടിക്കാൻ സാധിച്ചാലും അതിനൊന്നും നമ്മുടെ ജോണിയച്ചനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും നമ്മുടെ ഇടവക സമൂഹത്തിന് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. കൂട്ടായ്മയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ വീടിന്റെ അകത്തളങ്ങളിൽ സ്വന്തം ലോകം സൃഷ്ടിച്ചിരുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്താൻ പ്രോത്സാഹനം നൽകുന്ന ജോണിയച്ചനെ വളരെ നന്ദിയോടെ മാത്രമേ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ ഇപ്പോഴും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന് വളരെ നന്ദിയുണ്ട്. കൂട്ടായ്മ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഏതൊരു വിശേഷ അവസരങ്ങളിലും ഓരോ കൂട്ടായ്മ അംഗങ്ങളും പരസ്പരം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ജോണിയച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ തന്നെ ഉദാഹരണം. കൂട്ടായ്മ വാർഷികങ്ങളിൽ ഓരോ കൂട്ടായ്മയിലുള്ള എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാൻ നല്ലൊരു അവസരം അച്ഛൻ നൽകുന്നു. ഓരോ കൂട്ടായ്മയിലും രോഗികളായവരെയും അവസ്ഥ അനുഭവിക്കുന്നവരെയും സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആത്മീയ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു വരുന്ന ജോണിയച്ചൻ. നമ്മുടെ ഇടവകയിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന സ്ത്രീജനങ്ങളുടെ വീടുകളിൽ വരുന്ന ശവസംസ്കാര ചടങ്ങുകളിൽ അച്ഛന്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. തന്റെ തിരക്കേറിയ സമയത്തും ഓരോ കൂട്ടായ്മയിലും അച്ഛൻ എത്തുകയും എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുകയും കുട്ടികളെ കൊണ്ട് വചനം പറയുകയും സന്ദേശം നൽകുകയും ചെയ്യുന്ന പതിവ് ഒരിക്കലും മുടക്കാറില്ല. ഇതെല്ലാം കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളെയും വളർത്തിയെടുക്കാനുള്ള ഒരവസരം തന്നെയാണ്. അച്ഛന്റെ പ്രോത്സാഹനത്തിന് അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അറിയിക്കട്ടെ. ഒരുപക്ഷെ ഈ നിമിഷം നിറ കണ്ണുകളോടുകൂടിയും ആത്മാർത്ഥമായ മനസ്സിൽ സ്നേഹം തുളുമ്പിയുമായിരിക്കും ഓരോ ജനവും ഈ സമ്മേളനം ആയിരിക്കുന്നത്. നീണ്ട 11 വർഷക്കാലം നമ്മോടൊപ്പമായിരുന്ന നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട വെള്ളവും വളവും നൽകി നമ്മെ ഇത്രത്തോളമാക്കിയ ബഹുമാനപ്പെട്ട ജോണിയച്ചന് എല്ലാ യാത്രാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇനിയുള്ള അച്ഛന്റെ പുതിയ ഇടവകയിൽ ഇടവക സമൂഹത്തിന് വേണ്ട ആത്മീയമായ പിന്തുണ നൽകുവാൻ ദൈവാനുഗ്രഹം അച്ഛന് ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സെന്റ് ജോസഫ്